ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 33-ാം വാക്യം. ഒരു സമരിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. നിത്യജീവൻ അവകാശമാക്കുവാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് ഈശോ ഉത്തരം പറയുമ്പോൾ ഉള്ള ഉപമയാണിത് അല്ലേ? സമരിയാക്കാരന്റെ ഉപമ, നല്ല സമരിയാക്കാരന്റെ ഉപമ. മറ്റുള്ളവരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തില് നിത്യജീവൻ നേടിയെടുക്കാനായിട്ട് സാധിക്കുക എന്ന് ഈ ഉപമയിലൂടെ ഈശോ ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തില് ഇന്ന് ഒത്തിരിയേറെ സ്വാർത്ഥത നീങ്ങി നിറഞ്ഞിട്ടുണ്ട് അല്ലെ? ഞാൻ എൻ്റെ കുടുംബത്തിന് സന്തോഷം ഉണ്ടാവണം, എൻ്റെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവണം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ല ജോലി കിട്ടണം, എൻ്റെ ജോലിയിൽ എനിക്ക് പുരോഗമനം ഉണ്ടാകണം, എനിക്ക് നല്ല സമ്പത്ത്, നല്ല ഭവനം. ഈ ഒരു ചിന്താഗതിയിൽ, ഞാൻ എന്ന ചിന്താഗതിയിൽ ജീവിക്കുന്നവരുടെ എണ്ണം ഏറി വരും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഈ സ്വാർത്ഥതയിൽ ഞാൻ എന്ന ഭാവം. ഇവിടെയാണ് എൻ്റെ ഈശോ പറയുന്നത്, നീ മറ്റുള്ളവരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് സഹായിക്കാനായിട്ട് തയ്യാറാകുമ്പോഴാണ് നിന്റെ ജീവിതത്തില് നിനക്ക് നിത്യജീവൻ നേടിയെടുക്കാനായിട്ട് സാധിക്കുക. നല്ല സമരിയാക്കാരനായിട്ട് മാറുവാനായിട്ട് സാധിക്കണം. വേദന അനുഭവിക്കുന്നവരെ കാണുമ്പോൾ മുഖം തിരിച്ച് കടന്നു പോകാതെ, അവരെ മാറ്റി നിർത്താതെ അവരെ സഹായിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തില് ഞാനും നല്ല സമരിയാക്കാരനായിട്ട് മാറുന്നത്. ഈശോയുടെ ജീവിതം എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു അല്ലെ? തൻ്റെ പക്കലേക്ക് വന്ന എല്ലാവർക്കും അവൻ നന്മ ചെയ്തു. വേദനിച്ചിരിക്കുന്നവരെ കണ്ടപ്പോൾ അവൻ മുഖം തിരിച്ച് കടന്നു പോയില്ല, മറിച്ച് സന്തോഷത്തോടെ അവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവൻ അവർക്ക് ചെയ്തു കൊടുത്തു. അവരെ ആശ്വസിപ്പിച്ചു, രോഗങ്ങളിൽ നിന്ന് മോചനം നൽകി, മരിച്ചവരെ ഉയർപ്പിച്ചു. സ്നേഹമുള്ളവരെ, ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഈ ക്രിസ്തുവിന്റെ പിന്നാലെ പോകുമ്പോൾ നല്ല സമരിയാക്കാരനാകുവാനായിട്ടുള്ള വിളിയാണ് യഥാർത്ഥ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ നല്ല സമരിയാക്കാരനാകുവാനുള്ള വിളി നമ്മൾ ഉപേക്ഷിക്കുകയാണ്. സ്വാർത്ഥതയോടുകൂടി സ്വന്തം ഇഷ്ടങ്ങളുടെ പിന്നാലെ പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്കും ഒന്ന് മാറി ചിന്തിക്കാം. ഞാൻ എന്ന ഭാവം മാറി നാം എന്ന ഭാവത്തിലേക്ക് വളരുവാനായിട്ട്, മറ്റുള്ളവരിൽ ദൈവത്തെ കാണുവാനായിട്ട്, വേദനിക്കുന്നവരെ കടന്നു പോകാതെ സന്തോഷത്തോടുകൂടി അവരെ സഹായിക്കാനായിട്ട്, അവർക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.